കാണുന്നവരുടെ പേഴ്സൻ്റെ കറണ്ട് എനർജിയാണ് നോക്കുന്നത്. സോ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഫസ്റ്റ് കിട്ടിയ കാർഡ് 10 of Wands ആണ്. പിന്നെ 3 of Cups ഉണ്ട്, King of Swords, 5 of Pentacles റിവേഴ്സാണ് വന്നത്, പക്ഷെ ഞാനത് അപ്രേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 9 of Swords, 8 of Pentacles, Page of Cups, King of Wands, Ace of Swords ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് ഈസ് Wheel of Fortune. സോ ഇവിടെ നമുക്ക് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും 10 ആണ്. അതിൻ്റെ അർത്ഥം എന്താ? 10 എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീഷൻ. അപ്പോൾ ഒരു സൈക്കിൾ കഴിഞ്ഞേക്കാണ് എന്ന് വെച്ചാൽ നമ്മൾ ഏത് ഫേസിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത്, ഇനിയിപ്പോൾ നിങ്ങൾക്ക് സെപ്പറേഷൻ ഫേസിലാണ്, നല്ല രീതിയിൽ ഇന്നർ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ സെപ്പറേഷൻ അവിടെ എൻഡായി, ഇനി ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇനി ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിലാണ് കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് പടിയായിട്ടുള്ള നിങ്ങൾ ഇന്നർ യൂണിയൻ അല്ലെങ്കിൽ റീയൂണിയൻ എന്ന പോസിബിലിറ്റിയിലേക്ക് ചേഞ്ച് ആവുകയാണ്. അങ്ങനെ ഓരോ സൈക്കിൾസ് ഹെഡ് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. പ്ലസ് കാർമിക് സൈക്കിൾസ് എൻഡ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ കാർമിക്സുമായിട്ടുള്ള ആ ഒരു കോൺട്രാക്ട്സ് അവിടെ കഴിഞ്ഞു തുടങ്ങുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്ന് പറഞ്ഞാൽ 3 of, അപ്പൊ പിന്നെ അത് മാത്രമല്ല 10 of Wands ഫസ്റ്റ് കാർഡ് കിട്ടിയത് വെച്ചിട്ട് ഭയങ്കര ബർഡൺ ആണ് അവരിപ്പോ നമ്മുടെ DMs, ഇപ്പൊ DMs ആണല്ലോ കറന്റ് എനർജിയിൽ കൂടുതലും വരുന്നത്. അപ്പോൾ അവരുടെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ ഇനി റിപ്പീറ്റ് ചെയ്ത് പറയുന്നു കർമ്മ ഇയർ ആണ് 2024 എന്ന് പറയുന്നത്. ട്വിൻ ഫ്ലെയിംസ് എസ്പെഷ്യലി അത് ബ്ലെസ്സിങ്സും ആണ്, അതുപോലെ തന്നെ ചെയ്തതിന്റെ കർമ്മം കിട്ടുന്നതാണ്. അപ്പൊ DMസിന് ഭയങ്കരമായിട്ടുള്ള ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോളിലൂടെ കടന്നു പോകുന്നു, എവേക്കണിങ് നടക്കുന്നുണ്ട്. അവർ ഭയങ്കര ബർഡൻ, അവർക്ക് ജോലിയിൽ നിന്നും എന്തുമാത്രം പ്രഷർ വരുന്നവർ, അത്രയും പ്രഷർ വരികയാണ്, ഫാമിലിയിൽ നിന്ന് പ്രഷർ വരുന്നുണ്ട്, അവർക്ക് എവിടുന്നും. അപ്പോൾ അവർ എവിടുന്നും അവർക്കൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നില്ല. 10 of Wands എന്ന് വെച്ചാൽ അത്രയും ബർഡൻ ആയിട്ട്, അത്രയും സ്ട്രെസ് എന്നുവെച്ചാൽ അവർക്ക് ഇപ്പോൾ ഒട്ടും വയ്യ. ചിലവരുടെ DMs ഒക്കെ ഭയങ്കരമായിട്ട് വയ്യാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്, എന്നാൽ പോലും അവർക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുന്നില്ല. അവർക്ക് ഒരു മെഷീൻ പോലെ ജോലിയിലേക്ക് ഫോക്കസ് ചെയ്തിട്ട്, കാരണം അവർ തേർഡ് പാർട്ടി ഉണ്ട്, ഫാമിലി ഉണ്ട്, അപ്പോൾ അവരെ നോക്കണം. അപ്പോൾ അവർ സെൽഫ് ഫോക്കസ് അല്ലാതെ അവർ മറ്റുള്ളവർക്ക് ഫോക്കസ് ചെയ്ത് പോവുകയാണ്, മറ്റുള്ളവർക്ക് വേണ്ടി വർക്ക് ചെയ്യണം. അപ്പോൾ അവർക്ക് 10 of Wands തന്നെ മുന്നത്തെ വഴി കാണാൻ പറ്റുന്നില്ല, കാരണം കണ്ണിന്റെ തൊട്ട് ഫ്രണ്ടിൽ 10 ശരങ്ങൾ നിൽക്കുമ്പോൾ അപ്പുറത്തെ വ്യൂ കാണാൻ പറ്റുന്നില്ല. പക്ഷെ അങ്ങനെ കണ്ണടച്ചുകൊണ്ട് ഇങ്ങനെ നടന്ന് പോണ പോക്ക് പോകട്ടെ എന്ന ഗോ വിത്ത് ദ ഫ്ലോ പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർ ഭയങ്കര സ്ട്രെസ്ഫുൾ അറ്റ്മോസ്ഫിയറിലൂടെ കൂടെ കടന്നു പോകുന്നു. അവർക്ക് നല്ല രീതിയിലും ജോലിയിൽ നിന്നൊക്കെ ഭയങ്കര പ്രഷർ ഉണ്ട്. അവരിങ്ങനെ തീ പിടിച്ച് നിൽക്കാവുന്ന അവസ്ഥയിൽ അതിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ അവർക്ക് വേദനകളെ മാക്സിമം കടിച്ചമർത്തി അതിൻ്റെ മേലെ നിൽക്കാൻ ശ്രമിക്കുകയാണ്. അത്രയും പെയിനാണ് യൂണിവേഴ്സ് കൊടുക്കുന്നത്. കിങ് ഓഫ് സോഡ്സ്, കുറെ പേരുടെ DMs ഒക്കെ ഇപ്പോഴും കുറച്ചും കൂടി ഈഗോ ഒന്നും കൂടി ഷെഡ് ചെയ്യാനുണ്ട്. ആ ഈഗോ പിടിച്ചു നിൽക്കുന്നത് കൊണ്ടാണ് അവർ ഇങ്ങനെ ഒരു അമർഷമായിട്ട് നിൽക്കുന്നത്. കുറെ പേർക്കൊക്കെ സാമ്പത്തികപരമായിട്ട് എന്തൊക്കെയോ ഭയങ്കര ഡ്രോബാക്സ് കാണിക്കുന്നുണ്ട്. മേ ബി ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത പൈസ പെട്ടെന്ന് നഷ്ടപ്പെടും, അല്ലെങ്കിൽ അവരുടെ സേവിങ്സിൽ നിന്ന് പെട്ടെന്ന് എന്തെങ്കിലും അസുഖമോ അങ്ങനെ എന്തെങ്കിലും ആക്സിഡന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ട് അതിലേക്ക് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അവരെ എമൗണ്ട് കുറയുന്നു. പെന്റക്കിൾസ് 5 of Pentacles നഷ്ടമാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഹെൽത്ത് ഇഷ്യൂസസ്, ഇതിൽ ഹാൻഡിക്യാപ്ഡ് ആയ ഒരു പേഴ്സണെ കാണിക്കുന്നത്. ഭയങ്കര വിഷമത്തിൽ അവര് ഈ മഞ്ഞിലൂടെ നീങ്ങി നടന്നു പോവുകയാണ് കാണിക്കുന്നത്. അവിടെ ഒരു 5 of Pentacles ഉണ്ട്, പക്ഷെ അത് ശ്രദ്ധിക്കുന്നില്ല. ദാറ്റ് മീൻസ് അവരുടെ ഡിവൈന് ഓരോ സിറ്റുവേഷൻ കൊടുക്കുന്നത് ഡിവൈൻ അവരെ പഠിപ്പിക്കുന്നതാണ്, പക്ഷെ അവരത് മനസ്സിലാക്കുന്നില്ല. ഓക്കെ, ആൻഡ് കുറെ പേരൊക്കെ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടോ നുണ പറഞ്ഞിട്ടോ എന്തൊക്കെയോ ഹൈഡ് ചെയ്തിട്ടൊക്കെയാണ് അവർ പോയതെങ്കിൽ അവർക്ക് തിരിച്ച കർമ്മ കിട്ടും. ബിക്കോസ് ബോട്ടം ഓഫ് ദ വീൽ ഓഫ് ഫോർച്യൂൺ എന്താണ്? കർമ്മ സൈക്കിൾ, ഡെസ്റ്റിനി. എന്താണ് അവർ ചെയ്തത് അത് അവർ അനുഭവിക്കും. 10-10, കാരണം നമ്മളുടെ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്ന 10-ലാണ്, എൻഡ് ചെയ്യുന്നതും 10-ലാണ്. 10 എന്ന് പറഞ്ഞ കംപ്ലീഷൻ ആണ്, കർമ്മ, ഡെസ്റ്റിനി. എന്ത് കർമ്മയാണ്? നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലത് കിട്ടും. പൊട്ട അവര് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ചീറ്റ് ചെയ്തിട്ടുണ്ട് അവർ. ആ ഒരു ചീറ്റിംഗ് അവർക്ക് അവർ തേർഡ് പേഴ്സണിൽ നിന്ന് കിട്ടുന്നുണ്ട്, അതിലും അവർ ഭയങ്കരമായിട്ട് പെയിൻ അനുഭവിക്കുന്നുണ്ട്. യെസ്, നെക്സ്റ്റ് കാണും പെയിനിന്റെ കാണാം 9 of Swords. അവർക്ക് ഉറക്കം നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് കുറെ DMസിനൊക്കെ നല്ല ഉറക്കം വരുന്നത്. ചിലവർക്ക് ഉറക്കം ഒട്ടുമില്ലാത്തതൊക്കെ ഇവരുടെ എനർജിയാണ്. രാത്രി പെട്ടെന്ന് ഉറങ്ങുന്നു, പെട്ടെന്ന് കരച്ചിൽ വരിക, അത് ശരിക്കും നമ്മുടെ എനർജി ആയിരിക്കില്ല, ഇവരുടെ പെയിൻ. രാത്രിയാണ് അവർ റിലാക്സ് ചെയ്യുമ്പോൾ അവർക്ക് ഇങ്ങനെ അവരുടെ ചെയ്തു പോയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്താ പറയാ, ആ ഒരു കുറ്റബോധം വരുന്നത് 9 of Swords കാണിക്കുന്നുണ്ട്. അവർക്ക് രാത്രി ഒന്നും നല്ല രീതിയിലുള്ള ഉറക്കമില്ല. ചിലപ്പോൾ അവർ DMs കോണ്ടാക്റ്റിൽ പറഞ്ഞാൽ നല്ല ഉറക്കമാണല്ലോ, പക്ഷെ അവർ സമാധാനപരമായിട്ടുള്ള ഉറക്കമല്ല. ആൻഡ് 8 of Pentacles, അവർ ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പ് മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ഇപ്പോൾ ജോലിപരമായിട്ടൊക്കെ അവർ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിലും അവർക്ക് അതിന്റെ ഫലം കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞ റീഡിങ്ങിൽ വന്നിരുന്നു ഈ ഇതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറേ ഓടി നടന്ന് അവരുടെ ഫിനാൻഷ്യൽ ഗ്രോത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന്റെ ഒന്നും ഫലം അവർക്ക് ഇപ്പൊ കിട്ടുന്നില്ല. അവരെന്ത് ചെയ്തോ അതിന്റെ ഒക്കെ ഓപ്പോസിറ്റ് ആണ് അവർക്ക് കിട്ടുന്നത്. ബിക്കോസ് യൂണിവേഴ്സ് അവരെ പഠിപ്പിക്കുകയാണ്
നീ നിന്നെ മറന്നിട്ട് മറ്റുള്ളതിലേക്ക് പോകരുത്. ആദ്യം നീ നിന്റെ സെൽഫ് ഫോക്കസ്, സെൽഫ് ലവ് നീ ചെയ്യണമെന്ന് പഠിപ്പിക്കും. പക്ഷെ അത് മനസ്സിലാവുന്നില്ല. കുറെ പേർക്കൊക്കെ പേജ് ഓഫ് കപ്സ് പുതിയൊരു മേ ബി ന്യൂ ലവ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ലവ് ഒന്നുകൂടി ന്യൂ രീതിയിൽ, പുതിയ രീതിയിൽ. കാരണം അവർക്ക് പാഠങ്ങളൊക്കെ പഠിക്കുകയാണല്ലോ. അപ്പൊ അവർക്ക് റിയലൈസേഷൻ വരികയാണ്. അപ്പോൾ അവർക്ക് നിങ്ങളുമായിട്ട് വന്നിട്ട് അവർ കുറെ ഫാന്റസി ഒക്കെ കാണുന്നുണ്ട്. ചില സമയത്ത് ഒരു ഭയങ്കര ഇന്നർ ചൈൽഡ് ക്യാരക്ടറൊക്കെ കാണും. കുട്ടികളെ പോലെയൊക്കെ നിങ്ങളോട് പിണങ്ങണ് കാണാം ഒക്കെ ചെയ്യാം. അവർക്ക് നല്ല രീതിയിൽ ഇന്നർ ചൈൽഡ് വൂൺസ് ഉണ്ട്. അപ്പൊ എഗൈൻ കിങ് ഓഫ് വാൻസ് ഉണ്ട്. കിങ് ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ ഒരു ശരം പിടിച്ചിട്ട് ആ ഭാഗത്തേക്ക് നോക്കിയിരിക്കുകയാണ്. എങ്ങനെ ഈ സിറ്റുവേഷൻ, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മെൻഡ് ചെയ്യാം, എങ്ങനെ അത് പഴയതുപോലെ കൊണ്ടുവരാം. ശരിക്കും ഈ കിങ് ഓഫ് വാൻസിന് വേറെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു കിങ് അവരുടെ തൊട്ടടുത്തുള്ള എംപയർ നോക്കിയിരിക്കുകയാണ്, എങ്ങനെ അത് കീഴടക്കാൻ പറ്റും നല്ല രീതിയിൽ കേട്ടോ. അടിമയാക്കുക എന്നല്ല, സ്ലേവ് ആക്കുക എന്നല്ല, നല്ല രീതിയിൽ എങ്ങനെ അവരുമായിട്ടുള്ള സൗഹൃദം ഒന്നുകൂടിയും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും എന്നൊക്കെ ആലോചിക്കണം. ഏസ് ഓഫ് സോഴ്സ് പുതിയ രീതിയിൽ ആക്ഷൻ എടുക്കാനും, അല്ലെങ്കിൽ അവർക്ക് യൂണിവേഴ്സ് ഒരു വഴി കാണിച്ചു കൊടുക്കും. അവർക്ക് ആക്ഷൻ എടുക്കാൻ അറിയാതെ നിൽക്കുകയാണെങ്കിൽ യൂണിവേഴ്സ് ഒരു കൈത്താങ്ങായിട്ട് അവർക്ക് ഒരു നല്ല രീതിയിലുള്ളൊരു തോട്ട്, എങ്ങനെ എടുക്കണം എന്നുള്ള തോട്ടും കാര്യങ്ങളും അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിലൂടെ നിങ്ങളിലേക്ക് അവർക്ക് എത്താനും സഹായിക്കും. ആൻഡ് ജഡ്ജ്മെന്റ്, ജസ്റ്റിസ് കാണിക്കുന്നുണ്ട്. ചുമ്മാ കാർഡിങ്ങനെ എടുത്ത് നോക്കും, ജസ്റ്റിസും ജഡ്ജ്മെന്റ് വീഴും. ഈ കാർഡ്സ് റിപ്പീറ്റഡ് ആയിട്ടാണ് ഇപ്പൊ കാണിക്കുന്നത്. എന്താ, നമ്മുടെ ഭാഗത്ത് നീതി ഉണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്ത് എന്തായാലും നീതി വരും. അത് ടൈം പിടിക്കും. മേജർ ആർക്കാന കാർഡ്സ് ആകുമ്പോൾ സമയം ഫ്യൂച്ചറിസ്റ്റിക് ആണ്. അത് മൈനർ ആർക്കാന എന്ന് പറയുമ്പോൾ ഇന്നത്തെ എനർജിയിൽ അത് കഴിയും. പക്ഷെ മേജർ ആർക്കാന എന്ന് പറയുമ്പോൾ അത് വരാൻ പോകുന്നതാണ്. അപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾക്കൊരു തമ്മിലൊരു യൂണിയൻ പോസിബിലിറ്റീസും എല്ലാം ഉണ്ട്. പക്ഷെ അവരുടെ ഈ ഒരു ജേണി, ആ ജേണിയിലൂടെ പഠിക്കേണ്ട പാഠങ്ങൾ കൊടുക്കുന്നത് പഠിച്ചാൽ മാത്രമാണ് നിങ്ങളിലേക്ക് വന്നിട്ടും കാര്യമുള്ളൂ. അല്ലെങ്കിൽ അവർ എഗെയിൻ സെപ്പറേഷനിലേക്ക് പോകും. സോ ഒരു കറന്റ് എനർജി പറയുകയാണെങ്കിൽ വലിയ സുഖ എനർജി ഒന്നല്ല, നല്ല രീതിയിൽ പണി കിട്ടിയിട്ട് അവരിങ്ങനെ മടുത്ത് ജീവിക്കുകയാണ്. മരിക്കാൻ പറ്റില്ലല്ലോ, ഇങ്ങനെ പോട്ടെ എന്ന രീതിയിൽ പോവുകയാണ്. പക്ഷെ അവർ കുറെ കാര്യങ്ങൾ റിയലൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ വേദനിപ്പിച്ചതിനൊക്കെ അതിൻ്റെ നല്ല പണി കിട്ടുന്നുണ്ട്. നിങ്ങൾ കരയുന്നുണ്ടെങ്കിൽ, വേദനിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ അതിൻ്റെ വേറെ രീതിയിലുള്ള വേദനകൾ അവർക്ക് കിട്ടുന്നുണ്ട്. കുറെ നഷ്ടങ്ങളാണ്. അവരുടെ പൈസ നഷ്ടപ്പെടുക, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും സാധനങ്ങൾ നഷ്ടപ്പെടുക, അങ്ങനത്തെയൊക്കെയാണ് കാണിക്കുന്നത്. അതുപോലെ അവർക്കും നിങ്ങളോട് ചെയ്ത ചീറ്റിംഗ് ഇല്ലേ, ചതി, അവർ വിശ്വസിച്ച ആൾക്കാരിൽ നിന്ന് അവർ വിചാരിച്ച രീതിയിലുള്ള പെരുമാറ്റങ്ങളല്ല. അപ്പൊ അവർക്കൊരു വയ്യാതെയൊക്കെ ഇരിക്കുന്ന സമയത്ത് അവർക്കുള്ള ആ കെയറോ നർച്ചറിങ് ഒന്നും കിട്ടുന്നില്ല. അപ്പൊ അവർ ചിന്തിക്കുകയാണ്, ഞാനൊന്നും പറയാതെ തന്നെ എൻ്റെ പേഴ്സൺ എന്നെ അത്രയും കെയർ ചെയ്തിരുന്നു, സെൽഫ് ലവ് ചെയ്തിരുന്നു അൺകണ്ടീഷണൽ ആയിട്ട്. ആ ഒരു അൺകണ്ടീഷണൽ ലവ് എനിക്ക് ആരിൽ നിന്നും കിട്ടില്ല. ആൻഡ് ഞാൻ കംപ്ലീറ്റ് ആവുന്നത് എൻ്റെ ഈ പേഴ്സണിൽ നിന്നാണെന്നുള്ള കാര്യം ബോധ്യമായിട്ടുണ്ട്. ഇനി ആ ഒരു ആക്ഷൻ എടുക്കേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ. അതിൽ നിങ്ങൾ നല്ല രീതിയിൽ ഹീൽ ചെയ്യണം.